ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഏകദേശം ഇവിടെ 5 സംതിങ് ആയിട്ടുണ്ട് സമയം. പക്ഷേ ഇവിടുത്തെ സൂര്യന് ഇപ്പോഴും ആ ഒരു നല്ല ഉദിച്ച് നിൽക്കുന്ന സമയമാണ്. എൻ്റെ അലക്കിയുടെ തുണി ഒന്ന് നോക്കണ്ട കേട്ടോ. കുളിക്കലും അലക്കിലൊക്കെ ഉണ്ട്. കണ്ടോ, ഇതാണ് എൻ്റെ റൂമിൻ്റെ പുറത്തുനിന്നുള്ള അവസ്ഥ. ഒരു സൈഡ് കണ്ടോ, നല്ല വെയിലുണ്ട്. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട്, പക്ഷെ ചൂടധികമില്ല. ചൂടായി തുടങ്ങിയിട്ടില്ല, പക്ഷെ ചൂടായി കഴിഞ്ഞാണ്ടല്ലോ ജപ്പാനത്തെ സമ്മർ ഇസ് ഹൊറിബിൾ. അപ്പോൾ അപ്പോൾ എൻ്റെ റൂമീസ് ഇപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് സാധനങ്ങൾ ഹായ് ഗൈസ്, ഹലോ ഗൈസ്. അപ്പോൾ എൻ്റെ അമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരെനിക്കിത് കൊണ്ടുവന്നു തന്നു. ഞാൻ പുറത്ത് പോകുമ്പോൾ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിതെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഫ്രം ലോസൺ. ഞാൻ ഇതൊക്കെ കുടിച്ചിട്ട് ഐ എം ഗോയിങ് പുറത്ത്. എന്തിനാണ് പുറത്ത് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ഷമിക്കണം, ഇത്രയും നേരം ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. കഴിക്കുന്നത് ഇത് ഭയങ്കര ടേസ്റ്റ്. ഇത് കണ്ടോ, ഇത് ഭയങ്കര ജ്യൂസി ഫ്ലഫി സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ജപ്പാനിൽ വരികയാണെങ്കിൽ പ്ലീസ് നെവർ മിസ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ഇതിനൊക്കെ ആകെ 110 എണ്ണേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. കേക്കാണ്, മുട്ട കേക്ക്. എന്ത് കേക്കാണ്? ദിസ് ഇസ് ദാറ്റ് കേക്ക്. നമ്മളിത് കഴിക്കാൻ പോവാണ്. ഇതൊക്കെ ഒരുപാട് പുഡിങ് കഴിഞ്ഞിട്ട് ഇവിടെ കിട്ടാണ്ട് കേട്ടോ. ഇത് നമ്മുടെ നോർമൽ നാട്ടിലത്തെ ടീ കേക്ക് ഇല്ലേ, അതുപോലത്തെ ഒരു കേക്ക്. നമ്മളിപ്പോൾ പുറത്ത് പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് പുറത്ത് പോവാം. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. അപ്പോൾ അതെല്ലാം മേടിച്ചിട്ട് നമുക്കിനി വരാം. നമുക്ക് പോകാം. പക്ഷെ ഇവർ വരുന്നില്ല. ഇവരിവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ യൂട്യൂബിൽ ഇടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോവാം. പുറത്ത് പോയിട്ട് വരാം കേട്ടോ. പോവാ ഗൈസ്. ഞാൻ വെറുതെ വെച്ചിട്ടോ പത്ത് സ്പീക്കറൊക്കെ. നമുക്ക് പോവാം. സോ ഇനി പുറത്ത് പോയിട്ട് കളിച്ചിടാം. 6 മണിക്കാണ്. 3 മണീൻ്റെ വെയിലും ചൂടിപ്പില്ല. പക്ഷെ വെയിലത്തേക്ക് വരുമ്പോഴാണ് ചൂട്. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നല്ല ചൂടായി തുടങ്ങും. ഇങ്ങനെ വിയർക്കും, അങ്ങനത്തെ ചൂടാണ് ഇവിടെ. വേർത്ത് പോകുന്നുണ്ടല്ല, പക്ഷെ ഇങ്ങനെ കിടന്ന് വിങ്ങുന്നൊരു ടൈപ്പ് ഓഫ് ചൂടാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കേട്ടോ. കാരണം ഇവിടെ ബീച്ചുള്ളതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അതേപോലെ തന്നെ ഭയങ്കര നമ്മൾക്കിങ്ങനെ വിങ്ങുന്നൊരു ടൈപ്പ് ഓഫ് ചൂടാണ്. നല്ല സോ നമ്മൾ കുറേ പ്ലാൻസിൻ്റെ സാധനം മേടിക്കാനൊക്കെ പോകാനുള്ള. ഇപ്പോൾ സാധനമൊക്കെ മേടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ട്. നമുക്ക് അതിനൊക്കെ പോയിട്ട് നമുക്ക് തിരിച്ചു വരുന്നൊരു കുട്ടി വീഡിയോ. നമ്മളിപ്പോൾ കാൻഡൂവിൽ എത്തിയിട്ടോ. കാൻഡൂവിൽ നമുക്ക് എന്തൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം 100 എണ്ണാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ കാൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 എണ്ണിന് നമുക്ക് സാധനം മേടിക്കാൻ കിട്ടുന്ന ഷോപ്പാണ് കേട്ടോ. ഇവിടുന്ന് എനിക്ക് കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ മേടിച്ചു. ആൻഡ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് കിച്ചണിൻ്റെ വാഷ് ബേസിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. അതായത് ഈ വെള്ളം പോവില്ല. വെള്ളം പോകുമ്പോൾ വേസ്റ്റ് ഉള്ളിലേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതിൽ ചിലതൊക്കെ നമുക്ക് വാഷ്റൂമിൽ യൂസ് ചെയ്യും. ഇനി നമ്മൾ പോകുന്നത് മെക്ഡിയിലോട്ടൊക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ മിയാസക്കി. അങ്ങനെ മെക്ഡൊണാൾഡോയിലെത്തിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നപ്പോഴാണ് എൻ്റെ അനിയത്തീൻ്റെ ഒക്കെ ഫ്രണ്ടിനെ കണ്ടത്. പിന്നെ അവൾ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള പരിപാടികൾ അപ്പുരിയിൽ ചെയ്തു തന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് എന്നാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഡ്രിങ്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഡ്രിങ്ക് ഒക്കെ ഓർഡർ ചെയ്താൽ അങ്ങനെ അതൊക്കെ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നോക്കുമ്പോൾ 2 ഡ്രിങ്ക് വെച്ചിട്ട് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. ജപ്പാനിലെ ബസ് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? മാക്സ് വാല്യൂ സൂപ്പർ മാർക്കറ്റ് എന്ന് നമ്മൾ പറയും. പോവാം. പോയിട്ട് അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്.
ചിക്കൻ, അതൊക്കെ ചിക്കൻ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ലെറ്റ്സ് ഗോ ബാക്ക് ടു ഹോം ആൻഡ് വിത്ത് സ്ലീപ്പ് ബിക്കോസ് നാളെ വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവർ എൻ്റെ കൂടെ ഉണ്ട് വാക്കിങ്. ഞാനൊരു പക്ക ഇസക്കായ സെറ്റപ്പുള്ളൊരു റെസ്റ്റോറൻറ്റ് കാണിച്ചുതരാം. ഇസക്കായ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ലിറ്ററലി നമ്മൾ പറയില്ല ഒരു എന്താ പറയുക ഒരു ബാറും അതേപോലെ ഫുഡും കിട്ടുന്ന സ്ഥലമാണ് ജപ്പാനിൽ. ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. പക്ഷേ ഈ ഇസക്കായയിൽ വന്നിട്ട് നമുക്ക് റോ ആയിട്ടുള്ള മീറ്റൊക്കെ കൊണ്ടുവന്നിരും. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ലൈക്ക് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കണം. അങ്ങനെയൊക്കെയാണ്, ഗ്രില്ല് ചെയ്ത് കഴിക്കണം. അതിനുശേഷം നമ്മൾ പിന്നെ നേരെ മാക്സ് വാലിയിൽ പോയി. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് മിക്ക സാധനങ്ങളൊക്കെ എടുക്കുക കേട്ടോ. കാരണം എനിക്കിവിടെയാണ് കുറച്ചും കൂടെ ഈസിയും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് പാനും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ നമുക്ക് ടൂത്ത് പേസ്റ്റൊക്കെ മേടിക്കാണ്ടായിരുന്നു. അതിന് വേണ്ടി പോയി. അപ്പോൾ ഹമിഗാക്കി ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ബ്രഷ്, തൊക്കാവ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂത്ത് പേസ്റ്റും അതേപോലെ നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാനൊക്കെ. എന്നിട്ടും എനിക്ക് ഡൗട്ടുള്ളത് ജപ്പാൻകാരുടെ പല്ലല്ല മഞ്ഞ കളറായിട്ടുള്ള ഇത്രയും ഐറ്റംസ് ഉണ്ടായിട്ടും. വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ചിട്ട്. ഒരു 5-10 മിനിറ്റ് നടക്കാനുള്ളൂ. 9 മണി ഓൾമോസ്റ്റ്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ശല്യം, കിടന്നുറങ്ങാനൊക്കെ തോന്നുന്നുണ്ട്. വേഗം പോയിട്ട് റൂമിലെത്തിയിട്ട് എൻ്റെ മോച്ചി കഴിക്കുന്നത് ഞാൻ കഴിച്ചായിട്ട്. ഞാൻ ചെറുതായിട്ട് ഇവിടെ നിന്ന് പൊളിച്ചു പോയി, കാരണം ഇവിടുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട്. പക്ഷെ നോക്കുമ്പോൾ ഇതിനകത്ത് ലൈക്ക് സ്പൂണൊന്നുമില്ല. സോ ജസ്റ്റ് വീട്ടിൽ പോയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് കഴിക്കാം. എനിവേ വീട്ടിൽ പോയിട്ട് കഴിക്കാം. അപ്പോൾ ഇത് ട്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരെ ഷോർട്സ് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് വാട്ടർ മോച്ചിയാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ ജപ്പാനിൽ വന്നിട്ട് നമ്മളത് ട്രൈ ചെയ്തിരിക്കാൻ മോശമല്ല. ഞാൻ അല്ലാത്ത എല്ലാ മോച്ചികളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ വെച്ച് നിർത്തുകയാണ്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.